രണ്ടാളെയും കല്യാണം കഴിക്കണം. 2024 മുതൽ അയാൾ ശല്യം ചെയ്യുന്നു. കേസ് കൊടുത്ത് ആദിലയും നൂറയും. ബിഗ് ബോസ് താരം ആദിലയും പങ്കാളി നൂറയും തങ്ങളെ നിരന്തരം ശല്യം ചെയ്യുന്ന ആൾക്കെതിരെ പോലീസിൽ പരാതി നൽകി. 2024 മുതൽ തങ്ങളെ പിന്തുടരുന്നതായും അനാവശ്യ സന്ദേശങ്ങൾ അയച്ച് ശല്യപ്പെടുത്തുന്നതായും ചൂണ്ടിക്കാട്ടിയാണ് ഇരുവരും നിയമ നടപടി സ്വീകരിച്ചത്. 2024 നവംബർ മുതൽ ഒരാൾ തങ്ങൾക്ക് നിരന്തരം സന്ദേശങ്ങൾ അയക്കാറുണ്ടായിരുന്നുവെന്ന് ഇരുവരും പറയുന്നു. രണ്ടുപേരെയും ഒരുമിച്ച് വിവാഹം കഴിക്കണമെന്നായിരുന്നു അയാളുടെ ആവശ്യം. ആദ്യം ഇതൊക്കെ തമാശയായി കണ്ട് അവഗണിച്ചു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ കൈവിട്ടുപോയി ആദില വെളിപ്പെടുത്തുന്നു. ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഇയാൾ തങ്ങളുടെ യാത്രകൾ പിന്തുടരുകയും വിവരങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു. ഫാൻ മീറ്റപ്പ് ിലും ഇയാൾ സ്ഥിരമായി എത്താറുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പ്രമോഷന്റെ ഭാഗമായി ഒരു റിസോർട്ടിൽ എത്തിയപ്പോഴും ഇയാൾ പിന്തുടർന്ന് എത്തിയതോടെയാണ് പോലീസിനെ വിവരം അറിയിച്ചത്. സംഭവത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തങ്ങളെ നിരന്തരം പിന്തുടരുന്ന വ്യക്തിക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ഇരുവരുടെയും ആവശ്യം. സൈബർ ബുള്ളിങ്ങും ഇത്തരം ശല്യപ്പെടുത്തലുകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലാവരും നിയമത്തെ ഭയക്കണമെന്നും പരസ്പരം ബഹുമാനിക്കണമെന്നും ഇവർ വീഡിയോയിലൂടെ പ്രതികരിച്ചു. നമ്മളുടെ നിയമം ഇപ്പോൾ സ്ട്രോങ് ആണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കുക എന്നായിരുന്നു ആദിലയുടെയും നൂറയുടെയും വാക്കുകൾ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ശ്രദ്ധേയരായ ആദിലയും നൂറയും തങ്ങളുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്. എന്നാൽ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന ഇത്തരം പ്രവർത്തികൾ വെച്ചു പൊറുപ്പിക്കല്ലെന്നാണ് ഇരുവരും വ്യക്തമാക്കുന്നത്.